നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അവളുടെ വയറ്റിലുള്ള കുഞ്ഞ് എന്റെയാ. ആ കുഞ്ഞ് ജനിച്ച എന്റെ കുഞ്ഞാണെന്നെങ്ങാനും അമ്മാവൻ തിരിച്ചറിഞ്ഞ പിന്നെ അമ്മാവൻ എന്നെ കൊണ്ട് അവളെ താലി കെട്ടിപ്പിക്കും. ജീവിതകാലം മുഴുവൻ അവളും ആ കുഞ്ഞും എന്റെ തലയിലാവും. സാറേ, എനിക്ക് നിങ്ങളോട് സംസാരിച്ച് നിൽക്കാനുള്ള സമയമില്ല. പ്ലീസ് അച്ഛാ വാ നമുക്ക് പോവാം. അളിയ പോക അളിയ, വാ വാ മേഡം. മല പോലെ വന്നത് എലി പോലെ പോയിന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പൊ കണ്ടു. രാജു, നിർത്തിക്കാമടുത്തേയും കുട്ടി വീട്ടിലേക്ക് പോയിക്കോ. ഞാൻ ജയനും കുട്ടി താലൂക്ക് ഓഫീസ് വരെ പോയിട്ട് വരാം. അതിന്റെയൊക്കെ ആവശ്യമുണ്ടോ അച്ഛാ? ആവശ്യമുണ്ട്. നീ ചെല്ലടാ മോനെ. ശരി അച്ഛാ, വാ മേഡം. അച്ഛാ, ആ, എന്റെ ഒരു പരിചയക്കാരനുണ്ട്, താലൂക്ക് ഓഫീസിലെ ജോലി. ഞാൻ അവനെ ഒന്ന് വിളിച്ചാലോ? ഫോണിൽ വിളിക്കാൻ നല്ലത് നേരിട്ടൊന്നും കാണുന്നതല്ലേ ജയ? ആ, അത് ശരിയാ. നീ വാ, നമുക്ക് അങ്ങോട്ട് പോവാം. ഓ, താലൂക്ക് ഓഫീസല്ല, ഇനി ഏത് ഓഫീസിൽ പോയാലും രാജുവിന്റെ ഋതികയുടെ വിവാഹം ലീഗലായി രജിസ്റ്റർ ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. ആ, ഇത് കുഴപ്പമൊന്നുമില്ല. നമുക്ക് നാളെ തന്നെ ശരിയാക്കാം. വലിയ ഉപകാരം സാർ. ശരി സാറേ. ആ, എന്താടോ? അപ്പോ എങ്ങനെയാ സാറേ? നമുക്ക് വൈകിട്ടൊന്ന് കൂടണ്ടേ? എന്തിന്? അല്ല, സാർ എനിക്കൊരു ഉപകാരം ചെയ്യുമ്പോ സാറിന് ഞാൻ എന്തെങ്കിലും തിരിച്ചും ചെയ്യണ്ടേ? തൽക്കാലം അതിന്റെ ആവശ്യമൊന്നുമില്ല. താൻ പോ നോക്ക്. അതെന്താ സാറേ അങ്ങനെ പറയുന്നേ? മര്യാദയ്ക്ക് പോവാനാ തന്നോട് ഞാൻ പറഞ്ഞത്. ചേടാ, ഇയാൾക്കിതെന്ത് പറ്റി? എന്തായാലും എന്റെ കാര്യം കഴിഞ്ഞല്ലോ. ഈവൻ രാജു പറഞ്ഞതിനേക്കാളും വലിയ ഫ്രോഡാ. തനി ഉടായിപ്പ്. വർമ്മ സാറിനെ പോലെ ഒരാളുടെ കുടുംബത്തിൽ ഇവൻ എങ്ങനെ വന്ന് പിറന്നെന്നാ ഞാൻ ആലോചിക്കുന്നേ. കഷ്ടം തന്നെ. ഹലോ സാറേ. ആ, പറയൂ രാജു. ഒരു പ്രശ്നമുണ്ട്. എനിക്ക് സാറിന്റെ ഒരു സഹായം വേണം. അതിനെന്താ? കാര്യം എന്താണെന്ന് പറയേ. എന്തായാലും നിങ്ങൾ ഇങ്ങോട്ടല്ലേ വരുന്നേ. ബാക്കി ഞാൻ നോക്കിയോളാം. ഞാനും രാജും തമ്മിലുള്ള ആത്മബന്ധം എന്താണെന്ന് ആ ചെക്കൻ അറിയില്ലല്ലോ. അതെ അതെ, ശരി. അമ്മേ, യാമിനിയേച്ചി, അയ്യോ യാമിനിയേച്ചി, എന്താ ദിവ്യ? അറിയില്ല, ഭയങ്കര വേദനയാ. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. നടുവിനും ദേഹത്തൊക്കെ ഭയങ്കര വേദനയാ. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അയ്യോ ദിവ്യ, പേടിക്കണ്ട. ഭയങ്കര വേദനയാ, എനിക്ക് വയ്യ. ദിവ്യ, ഇത് പ്രസവ വേദനയാ. നല്ല വേദന ഉണ്ടാവും. നമുക്ക് എത്രയും പെട്ടെന്ന് ആശുപത്രിയിലേക്ക് പോവാം. ദിവ്യ സമാധാനപ്പെട് കേട്ടോ. ഈശ്വര. അമ്പിയ ചേച്ചി, അമ്പിയ ചേച്ചി, ദിവ്യക്ക് പ്രസവ വേദന വന്നു. അമ്പിയ ചേച്ചി, ഒന്ന് വാതിൽ തുറക്കേ. പിന്നെ ഒരു പ്രസവ വേദന. ചേച്ചി, എനിക്ക് ഡ്രൈവിംഗ് അറിയില്ല. ഒന്ന് ഇറങ്ങി വാ. ഒന്ന് പോടി ചേച്ചി. പോയോ? അയ്യോ,
ചെറിയമ്മേ എന്താ ഋതു, എന്താ ഇവിടെ? എന്താ ചെറിയമ്മേ? ദിവ്യക്ക് പ്രസവവേദന തുടങ്ങി. വാ, നമുക്ക് അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. അയ്യോ ദിവ്യ, പതുക്കെ എഴുന്നേക്ക്. ആ, ഞാൻ പിടിക്കാം. ഋതിക മാഡം, എനിക്ക് തീരെ വയ്യ. ശ്വാസം വിടാൻ പോലും പറ്റുന്നില്ല. പേടിക്കണ്ട, ഞങ്ങളൊക്കെ ഇല്ലേ. ആ, വാ, പതുക്കെ. പതുക്കെ എനിക്ക്. അയ്യോ സൂക്ഷിച്ചു. അമ്മേ, അവരിപ്പോ ആശുപത്രിയിൽ എത്തിക്കാണും. എനിക്കെന്റെ കാലൊന്നും നേരെ നിൽക്കുന്നില്ല അമ്മേ. എന്തെങ്കിലും ഒന്ന് ചെയ്യമ്മേ പ്ലീസ്. എടാ, നീ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ. അമ്മേ, നിനക്ക് കുടിക്കാൻ വെള്ളം വല്ലതും വേണോ? നീ എന്താ ഇങ്ങനെ വിറയ്ക്കുന്നേ? അമ്മേ, എനിക്ക് വെള്ളമൊന്നും വേണ്ട. എങ്ങനെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്ത് അവളെ. എടാ, അവളെ എന്ത് ചെയ്യാനാ? ഇതൊരു കുഞ്ഞ് ജനിക്കുന്ന കാര്യമാ. നീ വിചാരിക്കുന്നിടത്തൊന്നും നിക്കില്ല. നമ്മളിപ്പോ എടുത്തു ചാടി എന്തെങ്കിലും ചെയ്താ കാര്യങ്ങളൊക്കെ കൈവിട്ടു പോകും. പിന്നെ നീ ഞാനും ജയിലിൽ കിടക്കേണ്ടി വരും മോനെ. അങ്ങനെ പറയല്ലേ അമ്മേ. അവളുടെ വയറ്റിലുള്ള കുഞ്ഞ് എന്റെയാ. ആ കുഞ്ഞ് ജനിച്ച എന്റെ കുഞ്ഞാണെന്നെങ്ങാനും അമ്മാവൻ തിരിച്ചറിഞ്ഞ പിന്നെ അമ്മാവൻ എന്നെ കൊണ്ട് അവളെ താലി കെട്ടിപ്പിക്കും. ജീവിതകാലം മുഴുവൻ അവളും ആ കുഞ്ഞും എന്റെ തലയിലാവും. എന്റെ ജീവിതം അതോടെ തീരും അമ്മേ. എന്റെ ആഗ്രഹങ്ങളും അമ്മയുടെ സ്വപ്നങ്ങളും എല്ലാം ഇല്ലാതെയാവും. ഞാൻ അമ്മയുടെ കാല് പിടിക്കാം. മോനെ, ഞാൻ എടുത്തു ചാടി ഒരു തീരുമാനം എടുത്ത അതിന്റെ ബലം വിപരീതാവുന്ന അമ്മ പറയാറ്. അമ്മ പറയുന്നത് പോലെ ഞാൻ കേൾക്കാം. പ്ലീസ് അമ്മ, എന്റെ ജീവിതത്തിൽ ഒരിക്കലും, ഇനി ഒരിക്കലും എനിക്ക് ഇങ്ങനെ ഒരു തെറ്റ് പറ്റില്ല അമ്മ. പ്ലീസ് അമ്മ, പ്ലീസ് അമ്മ, എന്നെ രക്ഷിക്കമ്മേ. നീ എണീക്ക്, എഴുന്നേക്ക്. ദീപക്കെ, നീ സമാധാനിക്ക്. നിന്റെ തെറ്റുകളൊക്കെ നിനക്ക് മനസ്സിലായില്ലേ? എല്ലാം നീ എന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ചില്ലേ? ബാക്കി അമ്മ നോക്കിക്കോളാം. അമ്മേ, അമ്മ എന്താ ചെയ്യാൻ പോകുന്നേ? നമുക്കിനി അധികം സമയമില്ല. ദീപക്കെ, നീ ഇങ്ങനെ ടെൻഷൻ അടിക്കല്ലേ. അമ്മയില്ലേ നിന്റെ കൂടെ? ആ കുഞ്ഞ് ജനിക്കില്ല. ദിവ്യയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് ഈ ഭൂമിയിലെ വെളിച്ചം കാണില്ല. ആ കുഞ്ഞ് പ്രാണവായു ശ്വസിക്കില്ല. നിനക്കതുപോലെ. മതി അമ്മേ, എനിക്കത് മതി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.